ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹേമന്ത് പുല്ലാനിക്കാട്. ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ ഷെയർ മാർക്കറ്റിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പൂർണ്ണമായും ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു അളവ് വരെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് തന്നെ ₹1 പോലും ചെലവില്ലാതെ സാധിക്കും. ഇതൊരു ടാക്സ് മാനേജ്മെന്റ് ടിപ്പാണ്. സോ ഈ ടാക്സ് മാനേജ്മെന്റ് ടിപ്പിലേക്ക് ഡീറ്റെയിൽഡ് ആയി പോകുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമവശങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്കിലേ നിങ്ങൾക്കത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം. സാധാരണ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ക്യാപിറ്റൽ അസറ്റ് വിറ്റ് ലാഭം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ക്യാപിറ്റൽ വരുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും ക്യാപിറ്റൽ അസറ്റ് അല്ല. നമ്മുടെ പേഴ്സണൽ നേച്ചറിലുള്ള നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളാൽ ഉപയോഗിക്കുന്ന അസറ്റുകളൊന്നും ക്യാപിറ്റൽ അസറ്റുകളല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ജ്വല്ലറി പോലുള്ള ചില കാര്യങ്ങൾ ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് നിലനിർത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ലാൻഡോ ബിൽഡിങ്ങോ വിൽക്കുന്ന സമയത്തോ ഷെയറുകൾ വിൽക്കുന്ന സമയത്തോ നമ്മുടെ സ്വന്തമായി പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ജ്വല്ലറികൾ വിൽക്കുന്ന സമയത്ത് പോലും ക്യാപിറ്റൽ ഗെയിൻസ് വരാം. സോ ഇങ്ങനെ വരുന്ന ക്യാപിറ്റൽ ഗെയിൻസിനെ 2 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഈ തരംതിരിക്കുന്നത് അത് എത്ര കാലം നിങ്ങൾ ആ അസറ്റ് ഹോൾഡ് ചെയ്തു, വാങ്ങി എന്ന് വിറ്റു, ഈ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇടയിലുള്ള കാലയളവിനെ ആശ്രയിച്ചാണ് ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവുന്നതും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവുന്നതും. ഇത് 2024 ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റോട് കൂടെ ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 12 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്യുന്ന അസറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ആവും. ഉദാഹരണം, നിങ്ങളൊരു അസറ്റ് വാങ്ങി, ഒരു ജ്വല്ലറിയോ ഷെയറോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങി, ഒരു വാങ്ങുന്ന ദിവസത്തിന് 1 വർഷത്തിനുള്ളിൽ തന്നെ അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും, 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുമായി മാറും. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന്റെയും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന്റെയും ടാക്സ് റേറ്റും ഈ ബഡ്ജറ്റ് മുതൽക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന്റെ ടാക്സ് റേറ്റ് ഇപ്പോൾ 15% നിന്നും 20% ഉയരുകയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 10% നിന്നും 12% ടാക്സ് റേറ്റ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായാൽ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷെയർ വാങ്ങി, അത് ഷെയർ 12 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അതിനെ വിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ, അതിൽ നിങ്ങൾക്ക് ലാഭവും ഉണ്ടായി. സോ ഇങ്ങനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗെയിനിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഒരു കാര്യമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസുമായിട്ട് ഈ ഗെയിനിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഷെയർ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഒരു ഗെയിൻ ഉണ്ടാവുകയും പ്രോഫിറ്റ് ഉണ്ടാവുകയും മറ്റൊരു ഷെയർ വിൽക്കുന്ന സമയത്ത് ലോസ് ഉണ്ടാവുകയും ചെയ്താൽ ഈ ഗെയിനിൽ നിന്ന് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി നെറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതിയാവും അറ്റ് ദ റേറ്റ് ഓഫ് 20%. അതായത് നിങ്ങൾ ഒരു ഷെയർ വിൽക്കുന്നു, അതിൽ നിങ്ങൾക്ക് ₹1000 ലാഭമുണ്ട്. മറ്റൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്നു, അതിൽ നിങ്ങൾക്ക് ₹750 നഷ്ടമാണെന്നുണ്ടെങ്കിൽ 1000-ൽ നിന്ന് ₹750 കുറച്ച് ബാക്കി ₹250 20% കൊടുത്താൽ മതി എന്ന് സാരം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഒന്നോ അതിലധികമോ ഷെയറുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. സോ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഷെയറിൽ നിങ്ങൾക്ക് വലിയ ലാഭമുണ്ട്, മറ്റു കുറച്ച് ഷെയറുകളിൽ നിങ്ങൾക്ക് നഷ്ടവുമുണ്ടെങ്കിൽ ഈ അസറ്റ് നിങ്ങൾ വിൽക്കുകയാണ്. അതായത് കൂടുതൽ ലാഭം കിട്ടിയ അസറ്റ് നിങ്ങൾ വിൽക്കുകയാണ് 12 മാസത്തിനുള്ളിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അവിടെ ഉണ്ടായി എന്ന് അർത്ഥം. ഈ ഗെയിനിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഗെയിനിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന്റെ ലോസ് വന്നിട്ടുള്ള അസറ്റുകളെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വിൽക്കാം. ഇതേ വർഷം തന്നെ നിങ്ങൾക്ക് വിൽക്കാം. ആ സമയത്ത് എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്ര രൂപയാണോ ഗെയിൻ ഉണ്ടായത് ആ ഗെയിൻ ഈ വിൽക്കുന്ന ലോസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട് ബാക്കി ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന് 20% ടാക്സ് കൊടുത്താൽ മതി എന്നർത്ഥം. ഇതിനെ ടെക്നിക്കലി ടാക്സ് ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ലോസ് ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട് ചുരുക്കത്തിൽ. സോ ഉദാഹരണത്തിന് എൻ്റെ പേഴ്സണൽ കേസിൽ ഞാൻ മാർക്സൻസ് ഫാർമ എന്നുള്ളൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഇടയായിട്ട് കുറച്ച് പെട്ടെന്ന് എൻ്റെ ഷെയർ പ്രൈസ് കൂടുകയും അതിൽ കുറച്ച് ലാഭം ഉണ്ടാവുകയും ചെയ്തു. ഇതേപോലെ ഞാൻ ഇസാഫ് ബാങ്കിന്റെ ഷെയറും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു 57, 60, 63 ആ സമയത്താണ് ഞാൻ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പം അത് 49-ലോ 50-ലോ ആണുള്ളത്. സോ എനിക്ക് എന്ത് ചെയ്യാൻ നോക്കൂ, സിമ്പിൾ ആയിട്ട് മാർക്സൻസ് ഫാർമയിലെ ഷെയർ വിറ്റ് ആ ഉണ്ടായ ലാഭം ഞാൻ ഇപ്പോൾ വിൽക്കണമെന്ന് പേടിച്ചിരിക്കുകയാണ്. കാരണം 20% ടാക്സ് അതിൽ പേ ചെയ്യേണ്ടി വരും.
സോ ഇത് വിറ്റ് ഇതിന് പകരമായിട്ട് ഇസാഫ് ബാങ്കിന്റെ ഷെയർ ഇവിടെ എത്ര രൂപയാണോ ഗെയിൻ ഉണ്ടാവുന്നത് അതേ എമൗണ്ട് ലോസ് വരുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും, ഇസാഫ് ബാങ്കിന്റെ ഷെയറും ഞാൻ വിൽക്കും. ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഈ മാർക്സൻസ് ഫാർമയിൽ ഉണ്ടായിട്ടുള്ള ലാഭം ഇസാഫ് ബാങ്കിന്റെ ലോസുമായി സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി ഞാൻ കൊടുക്കേണ്ട ഗെയിൻ എന്ന് പറയുന്നത് വെറും 0% ആണ് എന്ന് മാത്രം. ഓക്കെ, പക്ഷേ ഇതിന് നിങ്ങൾക്ക് സ്വാഭാവികമായി സംശയം തോന്നാം, പക്ഷേ ഞങ്ങൾക്ക് അവിടെ വീണ്ടും മറ്റേ ഒരു ഷെയറിൽ ഇപ്പോൾ ഇസാഫ് ആണെങ്കിൽ ഇസാഫിൽ എനിക്ക് ലോസ് സംഭവിച്ചില്ലേ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നാം. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം, നിങ്ങൾ വിറ്റ അതേ ദിവസം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്ലസ് 2 days കഴിഞ്ഞിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് 2 ദിവസത്തിനുള്ളിൽ തന്നെ അതേ മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 2 ദിവസത്തിന് ശേഷമുള്ള മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് അഗെയിൻ ഇസാഫിന്റെ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ എ ഷോർട്ട്, അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ വാല്യൂസ് മാറുന്നുമില്ല, പക്ഷേ എങ്കിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ലാഭത്തിനെ നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു എന്നർത്ഥം. ഇനി ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഷെയർ പ്രൈസ് മാറുമോ, 2 ദിവസം കൊണ്ട് എനിക്ക് നഷ്ടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുള്ള ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഷെയർ ട്രേഡിങ്ങിനായിട്ട്. സോ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റ് അതേ ദിവസം അതേ റേറ്റിന് വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇതേ ഇസാഫിന്റെ ഷെയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോസ് മേക്കിംഗ് ഷെയറുകൾ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. സോ ഇവിടെ സ്വാഭാവികമായും എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇസാഫിന്റെ ഷെയർ നിങ്ങളുടെ 1000 എണ്ണം ഉണ്ട്, അതൊരു വാല്യൂലാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് ഇന്ന് ഒരു മാർക്കറ്റ് വാല്യൂവിലേക്ക് എത്തി നിൽക്കുന്നുണ്ടാവും. ഇതേ ദിവസം ഇതേ മാർക്കറ്റ് വാല്യൂവിൽ നിങ്ങൾ വിറ്റ് ലോസ് ഉണ്ടാക്കി ഇതേ മാർക്കറ്റ് വാല്യൂവിൽ തന്നെ നിങ്ങൾ വീണ്ടും അതേ ഷെയർ വാങ്ങുകയാണ്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂസിൽ യാതൊരു ചേഞ്ചും ഉണ്ടായില്ല. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഷെയറിനെ വിറ്റ് അതിന്റെ ലാഭത്തിന് ടാക്സ് 20% കൊടുക്കാതെ നിങ്ങൾക്ക് ഈ 2 ഷെയറും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ലോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റി എന്ന് മാത്രം. പക്ഷേ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലോസ് മേക്കിംഗ് ഷെയർ വിൽക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഉള്ള ഷെയർ തന്നെ ആവണം. കാരണം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയറിൽ ലോസ് ആണെങ്കിൽ പോലും അത് വിറ്റുണ്ടാക്കുന്ന ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ 12 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്തിട്ടുള്ള അസറ്റ് തന്നെ, ലോസ് മേക്കിംഗ് അസറ്റ് തന്നെ വിറ്റ് അതിലുള്ള ലോസ് മാത്രമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ലോസ് മേക്കിംഗ് ഷെയർ വിൽക്കുമ്പോൾ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ നോക്കിക്കോളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് അഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഗെയിനും ലോസും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എത്ര രൂപ നിങ്ങൾ ഗെയിൻ ഉണ്ടാക്കിയാലും അതിന്റെ 20% നിങ്ങൾക്ക് ഇങ്ങനെ ലോസ് മേക്കിംഗ് ഷെയറുകൾ വിറ്റ് അതേ പോർട്ട്ഫോളിയോ വാല്യൂ നിലനിർത്തി ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം, ടാക്സ് കൊടുക്കാതെ. ടാക്സ് മാനേജ്മെന്റിലൂടെ, ഇവേഷനിലൂടെ അല്ല, മാനേജ്മെന്റിലൂടെ ടാക്സ് കൊടുക്കാതിരിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.